അത് കേട്ട ഉടനെ റോബോട്ടും ഫോട്ടോഗ്രാഫറും നേരെ ആ സെമിത്തേരിയിലേക്ക് പോയി. അവർ കാടുപിടിച്ച ആ പഴയ സെമിത്തേരിയിലെത്തി. അവിടെ അടക്കം ചെയ്തിരുന്ന കല്ലറകളൊക്കെ പരിശോധിക്കുന്നതിനിടെയാണ് റോബോട്ടിന്റെ കുഞ്ഞ് ജനിച്ച അതേ ദിവസം അടക്കം ചെയ്ത 2 പേരുടെ കല്ലറകൾ അവർ കണ്ടെത്തിയത്. ഒരു ചെറിയ കല്ലറയും ഒരു വലിയ കല്ലറയും. അവരാദ്യം വലിയ കല്ലറ തുറന്നു നോക്കി. അത് തുറന്നതു മാത്രം അവർ ഞെട്ടിത്തരിച്ചു. കാരണം അതിനകത്തുണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ ശവമല്ലായിരുന്നു. ഡൈനോസറിനെ പോലെ തോന്നിക്കുന്ന ഭീകരമായ ഒരു ജീവിയുടെ അവശിഷ്ടങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഭയന്നുപോയ റോബർട്ട് അടുത്തുള്ള ചെറിയ കല്ലറ തുറക്കാൻ തുടങ്ങി. അത് തുറന്നു നോക്കിയപ്പോൾ അതൊരു കുഞ്ഞിന്റെ ശവപ്പെട്ടിയാണെന്ന് മനസ്സിലായി. അതിനകത്തുണ്ടായിരുന്ന കുഞ്ഞിന്റെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. അപ്പോഴാണ് റോബർട്ടിന് സത്യം മനസ്സിലായത്. തന്റെ യഥാർത്ഥ കുഞ്ഞ് ജീവനോടെ ജനിച്ചിരുന്നുവെന്നും പക്ഷെ ആരോ അതിനെ കൊന്നുകളഞ്ഞുവെന്നും.